നമസ്തേ. ഇന്നൊരല്പം രാഷ്ട്രീയ ചൂടുള്ള ദിവസമായതുകൊണ്ട് ഒരല്പം രാഷ്ട്രീയം പറയാമെന്ന് വിചാരിച്ചു. പതിവ് പോലെ കഴിഞ്ഞ തവണ ഞാൻ വന്നതുപോലെ ഇന്നും ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ലെങ്കിലും ഒരാമുഖം എന്നുള്ള നിലയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ്. സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ചാനലുകളിലുമൊക്കെ ചൂട് പിടിച്ച സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ദിവസമാണ്. പ്രധാനമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് തിരുവനന്തപുരത്തെ ആസ്പദമാക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിച്ചത്. തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യമാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാര്യം തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഇത്തവണ NDA BJP മുന്നണി അവരുടെ ഒരു മുന്നണി ജയിച്ച അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. മൊത്തത്തിൽ നല്ല രീതിയിൽ അവർ പിടിച്ചിട്ടുണ്ട്. 50 സീറ്റുകൾക്ക് മുകളിലോളം പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേ അതിന് എന്തുകൊണ്ടായിരിക്കാം BJP ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ 37 സീറ്റുകളോളം BJPക്ക് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തവണ അത് പകുതി 3-ാം സ്ഥാനത്തേക്ക് പിന്തുടർന്നാണ് നമ്മുടെ K. കരുണാകരൻ ലീഡറുടെ മകൻ K. മുരളീധരനൊക്കെ വന്ന് സോഷ്യൽ മീഡിയ വഴിയൊക്കെയും അല്ലെങ്കിൽ ചാനലുകൾക്ക് മുമ്പിലൊക്കെ പറഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനായ B. ശിവൻകുട്ടി ഒക്കെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹവും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജോയിയും ഒക്കെ ചേർന്നിട്ട് എല്ലാ വീടാന്തരങ്ങളിലും കയറി ഇറങ്ങി നല്ല പ്രചാരണമൊക്കെ കാഴ്ചവെച്ചതാണ്. അവിടെ ചെന്നപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീപീഡന കേസും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചർച്ചയാക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞത് ഏകദേശം 70 സീറ്റുകൾക്ക് മുകളിൽ ഇടതുപക്ഷം പിടിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. നല്ല ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ അതും താഴോട്ട് പോയി. K. മുരളീധരൻ്റെ BJP 3-ാം സ്ഥാനത്തേക്ക് തള്ളുമെന്ന് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ B. ശിവൻകുട്ടിക്ക് പറഞ്ഞിരുന്നതിൽ അവർ വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. കാര്യം ഭരണം നിലനിർത്തുമെന്ന് വിചാരിച്ചിരുന്നു. അത് പക്ഷേ തകർന്ന് താഴോട്ട് പോയി. എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJPയുടെ വൻ വിജയത്തിനും ഇടതുപക്ഷത്തിൻ്റെ ദയനീയ പരാജയത്തിനും കാരണമായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും മുന്നിൽ പറയേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ മേയറായിട്ട് ഇരുന്നിരുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറൂട്ടി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ചിരുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ധാർഷ്ട്യവും അഹന്തയും നിറഞ്ഞ പെരുമാറ്റവും. അതെടുത്തു പറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ബസ് ഡ്രൈവറുടെ ജീവിതം നശിപ്പിച്ച അല്ലെങ്കിൽ അയാളുടെ ജോലി കളയിച്ച ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർക്ക് പോലും അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾക്ക് പോലും ഉള്ളിൽ വെറുപ്പുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. ഒരു സിനിമാ സ്റ്റൈലിൽ റോഡിന് കുറുകെ കൊണ്ടുവന്നിട്ടിട്ട് ബസ്സിന് കുറുകെ കൊണ്ട് നിർത്തിയിട്ട് അതും ട്രാഫിക് ലംഘിച്ച് അതവിടെ ആലോചിച്ചുള്ള ആ കാർ കൊണ്ടിട്ടിരുന്ന് നോക്കി അറിയാൻ പറ്റും. അത് സീബ്ര ലൈനിലാണ് കൊണ്ടത് കുറുകെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് MLAയുടെ ഭാര്യയായ മേയറും കൂടി ചേർന്നിട്ട് അവിടെ കാണിച്ച ആ ഒരു ഷോ അത് ഒരുപാട് പേർക്ക് മനസ്സിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ ഒരു ഇടതുപക്ഷ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന എനിക്ക് പോലും അതത്ര ശരിയായിട്ട് തോന്നിയില്ല. പിന്നെ അതൊക്കെ കളഞ്ഞു പോയി. അതിനുശേഷം പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഒരുപാട് അഴിമതി നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഈ മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ചില സംഗതികൾ പറഞ്ഞാൽ, അടുപ്പ് കൂട്ടുവാനായിട്ട് കൊണ്ടുവന്ന ചുടുകട്ട പോലും അടിച്ചു മാറ്റപ്പെട്ടു അല്ലെങ്കിൽ അടിച്ചു മാറ്റി എന്നൊരു വികാരം ഭക്തജനങ്ങളിൽ ഉണ്ടാകാനായിട്ടിടയായി. ഭക്തജനങ്ങൾക്ക് വലുതായിട്ട് ഒരു പ്രാധാന്യമൊന്നും കൊടുക്കുന്ന പാർട്ടിയല്ല. പക്ഷെ ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ പ്രവർത്തനം നേരെ തിരിച്ചാവുകയും ചെയ്തപ്പോഴത്തേക്കും അതൊക്കെ ഒരുപാട്. പിന്നെ തിരുവനന്തപുരത്ത് നടന്നിരുന്ന മറ്റൊരു സംഭവം, ഒരു ക്ലീനിങ് ജോലിക്കാരനായ ഒരാൾ ഓടയിൽ ഒഴുകിപ്പോയൊരു സംഭവം ഉണ്ടായി. സമയബന്ധിതമായിട്ട് ഓടകൾ പാർവതി പുത്തനാർ പോലെയുള്ള മാലിന്യവാഹികളായ തോടുകളൊക്കെ വൃത്തിയാക്കാത്തതുകൊണ്ടാണ് അവിടെ സംഭവം ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ കോർപ്പറേഷൻ്റെ വീഴ്ചയായിട്ടാണ് ജനങ്ങൾ കണക്കിലെടുത്തത്. പിന്നെ ഏറ്റവും ഒടുവിൽ സംഭവിച്ച ശബരിമലയിലെ കട്ടള വിവാദം. കട്ടള ഗോപാലിനെയൊക്കെ പിടിച്ച് അകത്തിട്ടെങ്കിലും അവരെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിലേക്ക് വന്നതും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങളത് ഏറ്റെടുത്തതുമൊക്കെ തിരുവനന്തപുരത്തെ LDFൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീപീഡന കേസ് ചർച്ച ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും LDFൻ്റെ ശബരിമലയിൽ ഉണ്ടായിരുന്ന LDFൻ്റെ ഞാൻ പറയുന്നില്ല, ശബരിമലയിൽ ചില വൃത്തികെട്ടവന്മാർ കാണിച്ച ആ വൃത്തികേടിനെ തള്ളി പറയാത്തത് മൂലം അതിൻ്റെ കേട് LDFനുണ്ടായതിൻ്റെ
ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണത്തെ ദയനീയ പരാജയവും. ആ വിജയം, ആ ഒരു ദയനീയ പരാജയം, അവിടെ ഉണ്ടായ ആ ഒരു സംഗതിയെ BJP നല്ല വൃത്തിയായിട്ട് ഉപയോഗപ്പെടുത്തി കയറുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ LDFന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ പരാജയം. തിരുവനന്തപുരം കോർപ്പറേഷനെ പരാജയം പരിശോധിക്കുമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പരിശോധിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ. കാരണങ്ങൾ വേറെ ഒരുപാടുണ്ടായിരുന്നിരിക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഉള്ളത്, അത് ജനങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. തിരുവനന്തപുരത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളെല്ലാം താൽക്കാലിക ജീവനക്കാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ജീവനക്കാരെ മുഴുവനും പാർട്ടി അനുഭാവികളെയും സഖാക്കന്മാരുടെ ബന്ധുക്കളെയും ഒക്കെ തള്ളിക്കയറ്റുന്നു ഒരു ആരോപണം മറ്റു പാർട്ടിക്കാർക്കുള്ളിലുണ്ട്. അവരത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ PSC നിയമനങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടപ്പിലാക്കാതെ അവിടെ എല്ലാം പിൻവാതിൽ നിയമനം നടത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേരെയുണ്ട്. വരുന്നത് നിയമസഭാ ഇലക്ഷനാണ്. ആ നിയമസഭാ ഇലക്ഷനിൽ ഇതൊന്നും പ്രതിഫലിക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടതുപക്ഷ ഭരണം ഇവിടെ ഉണ്ടാകും. അപ്പോൾ അത് പ്രതിഫലിക്കാതെ നോക്കേണ്ടത് ഇനി സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. കൂടുതൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനായിട്ട് തികട്ടി നിൽപ്പുണ്ട്. പക്ഷേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.